പക്ഷെ നീ പറഞ്ഞ സ്വാധീനം അവർക്കുണ്ടോ എന്ന് സംശയിക്കണം. സ്വാധീനം അവർക്ക് വേണ്ടല്ലോ, അവരെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നവർക്ക് മതിയല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നമ്മൾ അവരെ തേടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ മറ്റാരോ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കൊടുക്കും കൊടുക്കും എന്ന് പറയും, പക്ഷേ കൊടുക്കില്ല. അത് നമ്മൾ അവരെ ചതിക്കുന്ന പോലെ ആവില്ല അണ്ണാ. എന്റെ തീറ്റം തിന്നോണ്ട് അങ്ങോട്ട് ചായുന്നു. ഇനി മേലിൽ ഇമ്മാതിരി വർത്തമാനം എന്നോട് പറഞ്ഞ കൊന്നുകളയും ഞാൻ. രമാദേവി മഹാറാണിയും ഞാൻ സേനാധിപതിയും. ഇനി അത് വേണ്ട. ഇനി അങ്ങോട്ട് ഞാൻ ഈ കൊട്ടാരത്തിലെ രാജാവും രമാദേവി എന്റെ കാൽ കീഴിലും. മണിമാല സ്വപ്നം കണ്ടുറങ്ങുന്ന രമാദേവിക്ക് ആയുഷ്കാലം മുഴുവൻ സ്വപ്നം കാണാം. ആടിയടാ അങ്ങോട്ട് ഒഴി. അപ്പൊ താനൊക്കെ അവിടെ എന്ത് മാങ്ങാത്തുര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോടോ? ഒരു കാര്യം വേറ്റി കഴിഞ്ഞാൽ അതിന്റെ രീതിക്ക് ചെയ്യാൻ പഠിക്കണം. താനൊന്നും പറയണ്ട, വകേ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ ഭദ്രേട്ടാ? ശിവദാസൻ രക്ഷപ്പെട്ടു കുഞ്ഞോളെ. ചോറ് കഴിച്ചില്ലെന്ന്. ഇന്ന് അവന്റെ പിറന്നാളായിരുന്നു പോലും. പുറത്തുനിന്ന് ആരും അവന് ഭക്ഷണം കൊടുത്തു. ഇന്നൊരു പകൽ കൂടി താണ്ടില്ലെന്ന് ഞാൻ കരുതിയവന് ആയുസ് കൂടി. ഒരവസരം കൂടി കൊടുക്കാനും ഗാർഡ് പറയുന്നേ. നീ എന്തായി ആലോചിക്കുന്നേ? അവൻ മരിക്കാത്തതിന്റെ വിഷമമാണോ? വിഷമമല്ല, സംശയം. ജയിലിൽ പുറത്തുള്ള ഭക്ഷണം അനുവദനീയമല്ല. അങ്ങനെ കൊടുത്താൽ തന്നെ അത് റിസ്ക്കുമാണ്. ആ റിസ്ക് നിസ്സാരമായി എടുത്ത് ജയിലിൽ ആൾക്കാർ ഭക്ഷണം കൊടുത്തെങ്കിൽ ആ ഭക്ഷണം കൊടുത്തയാൾ നിസ്സാരക്കാരനൊന്നുമല്ല. ഇന്ന് അവന്റെ പിറന്നാളായിരുന്നു. അപ്പോ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ഒളിവിൽ കഴിയുന്നവന്റെ ഭാര്യയോ മക്കളോ ആയിരിക്കും. എനിക്കത് ഉറപ്പാ. പക്ഷെ നീ പറഞ്ഞ സ്വാധീനം അവർക്കുണ്ടോ എന്ന് സംശയിക്കണം. സ്വാധീനം അവർക്ക് വേണ്ടല്ലോ, അവരെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നവർക്ക് മതിയല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നമ്മൾ അവരെ തേടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ മറ്റാരോ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആയുസിന്റെ ബലം കൊണ്ടല്ല ശിവദാസൻ മരിക്കാത്തതും അവന്റെ കുടുംബം നമ്മുടെ കൺവെട്ടത്ത് വരാത്തതും. അവരുടെ കൂടെയുള്ളത് ആരായാലും അവര് സമർത്ഥരാ. നമ്മൾ മനസ്സിൽ കാണുന്നത് അവര് മരത്തിനും മുകളിൽ കാണുന്നുണ്ട്. ഇന്ന് ജയിലിൽ വന്ന അവന്റെ കുടുംബം എന്തായാലും ഈ സിറ്റി വിട്ടു പോകാനുള്ള സമയമായിട്ടില്ല.
ഞാൻ പിള്ളേരെ ഇറക്കി തപ്പി നോക്കട്ടെ. നോക്കണം. കിട്ടിയ ശിവദാസന്റെ ഭാര്യയും മക്കളുമല്ലാതെ അവരോടൊപ്പം ആരാണോ നാലാമതൊരാളുള്ളത് അവനെ എന്റെ സമക്ഷത്ത് കൊണ്ട് നിർത്തണം. അവൻ രമാദേവിയുടെ കൈകൊണ്ട് ചാകേണ്ടവനാ. ആ, കണക്ക് പരിശോധനയൊക്കെ കഴിഞ്ഞോ? ഏയ്, അങ്ങനെ പരിശോധനയൊന്നുമല്ല, വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. വെറുതെ നോക്കണ്ട, കൃത്യമായും വ്യക്തമായും തന്നെ നോക്കണം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. അത് നിനക്ക് ആരെയും വിശ്വാസമില്ല. അതുപോലല്ല എല്ലാരും. ഞാൻ ആരെ സംശയിച്ചെന്നാ? നിനക്കെല്ലാരെയും വിശ്വാസമാണോ? ഈ വീട്ടിലുള്ളവരെങ്കിലും? അതെ, ഈ വീട്ടിൽ താമസിക്കുന്നവര് എന്റെ ഭർത്താവും എന്റെ മക്കളും ഒക്കെയാ. അവരെ ഞാൻ എന്തിനു സംശയിക്കണം? എന്നിട്ടാണോ മരുമകളെ കുറിച്ച് അന്വേഷിക്കാൻ നീ ഒരു CID ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അവള് രാജകുടുംബത്തിലെ അല്ലെന്ന് നേഹ പറയുന്നത്. എന്താ വായി നോക്കി നിൽക്കുന്നേ? അവര് കേട്ട് കാണുമോ മാഡം? ഡേയ്, വാക്കൊന്നും പ്രവൃത്തി രണ്ടുമാകരുത്. നിന്റെ മകൻ അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസമായി. ഇപ്പോഴും നീ അവളുടെ പുറകെ സംശയമായിട്ട് നടക്കുന്നു. നീ ഈ സംശയവും മനസ്സിൽ വെച്ച് ആ CID പെണ്ണിനെ നൂലിൽ കെട്ടി ഇറക്കിയപ്പോ നീ എന്താ കരുതിയത്? ദേ, ഇതൊന്നും ആരും അറിയില്ലെന്നോ? മരുമകളെ കുറിച്ച് അന്വേഷിക്കാൻ CIDക്ക് കാശ് കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ അമ്മായിയമ്മ. എന്നിട്ടെല്ലാരെയും വിശ്വാസമാണെന്ന് പോലും. വിശ്വാസം. നിങ്ങളൊന്ന് നിക്കണം. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും മൂത്ത മകന്റെ ഭാര്യയുടെ വീട് എവിടെയാണെന്നറിയാമോ?